സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുധാകർ മംഗളോദയത്തിൻ്റെ നോവൽ സുമംഗലി തുടരുന്നു. അധ്യായം 7. എനിക്ക് നല്ലോണം നോവണുണ്ട് ചന്തുവേട്ട, കരയുന്ന സ്വരത്തിൽ കല്യാണി അറിയിച്ചു. അവൾക്ക് നോവുന്നുണ്ടെന്ന് ചന്തുവിന് മനസ്സിലായി. അവന് സങ്കടം തോന്നി. കല്യാണി പാടുമെന്നും വീണ പഠിച്ചതാണെന്നുമൊക്കെ പറഞ്ഞത് നന്ദേട്ടനാണല്ലോ. പാവം കല്ലു, അവളെ സംബന്ധിച്ച് സത്യം തുറന്നു പറഞ്ഞുവെന്നേയുള്ളൂ. അതിന് അവളെ ശിക്ഷിക്കേണ്ട കാര്യമുണ്ടോ? ചന്തുവിൻ്റെ കൈ മെല്ലെ അയഞ്ഞു. കല്യാണിയുടെ കൈത്തണ്ട സ്വതന്ത്രയായി. നൊമ്പരത്തോടെ സ്വന്തം കൈത്തണ്ടയിൽ തലോടിക്കൊണ്ട് കല്യാണി ദീനഭാവത്തിൽ ചന്തുവിനെ നോക്കി. ചന്തുവേട്ടന് എന്നെ ഇഷ്ടമല്ല അല്ലേ? ആ ചോദ്യം അവന് സഹിച്ചില്ല. വിങ്ങി പൊട്ടിക്കൊണ്ടവൻ കല്യാണിയെ ചേർത്ത് പിടിച്ചു. നിന്നെ ഇഷ്ടമാ, നിന്നെ മാത്രം. മറ്റെല്ലാവരെയും എനിക്ക് വെറുപ്പാ. ആ വെറുപ്പാ ഞാൻ നിന്നോട് തീർത്തത്. ചന്തുവേട്ടന് എന്നേക്കാൾ നല്ല പെണ്ണിനെ കിട്ടുമായിരുന്നു ഇല്ലേ? അവൾ ചോദിച്ചു. എനിക്ക് വേറെ പെണ്ണിനെ വേണ്ട. ചന്തുവിൻ്റെ കണ്ണ് വിടറി. എനിക്ക് നിന്നെ മതി. ചന്തുവേട്ടനെ കിട്ടിയത് എൻ്റെ ഭാഗ്യ. അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്തുകൊണ്ട് കല്യാണി മന്ത്രിച്ചു. ചന്തുവിൽ കോരിത്തെരിപ്പുണ്ടായി. അവൻ അവളെ ഒന്നുകൂടി തന്നിലേക്ക് അമർത്തി. ഊണു സമയത്ത് ചന്തുവും കല്യാണിയും ചെറിയമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുറിയിൽ. നന്ദൻ പുറത്തു പോയിരുന്നത് കൊണ്ട് അദ്ദേഹം വന്നിട്ടേ ഊണ് കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഗൗരി ഒഴിഞ്ഞു. കല്ലുവേ, ചന്തുവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ കണ്ടു പഠിച്ചോളണേ, ചെറിയമ്മ വിളിച്ചു പറഞ്ഞു. സ്വന്തം ഇഷ്ടമറിഞ്ഞ് പെരുമാറുന്ന ഭാര്യയുടെ അടിമയായിരിക്കും ഏതൊരാണും, മറക്കണ്ട. ചന്തുവേട്ടന് ഇഷ്ടം പാടുകയും വീണ വായിക്കുകയും ചെയ്യണ പെണ്ണിനെയാ അല്ലേ ചന്തുവേട്ടാ? കല്യാണി ചന്തുവിനോട് ചോദിച്ചു. അങ്ങനെയാ ചില ആണുങ്ങൾ, ചെറിയമ്മ പറഞ്ഞു. ഭാര്യയ്ക്ക് പാട്ടോ നൃത്തമോ ഒക്കെ അറിഞ്ഞിരിക്കണമെന്നുണ്ടാവും. അതുകൊണ്ടല്ലേ പെൺകുട്ടികളെ അതൊക്കെ പഠിപ്പിക്കണത്. വീണ പഠിക്കാൻ നന്ദൻ നിന്നെ എത്ര നിർബന്ധിച്ചു? കേട്ടോ ചന്തൂട്ടാ? ചെറിയമ്മ ചന്തുവിൻ്റെ നേർക്ക് തിരിഞ്ഞു. കല്ലുവിന് വേണ്ടിയ നന്ദൻ എവിടെയൊക്കെ തിരിഞ്ഞൊരു രുദ്രവീണ കൊണ്ടുവന്നത്. പക്ഷെ അവൾക്ക് അതിലൊന്നും താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? എന്നാലും നന്ദൻ മറ്റുള്ളവരോട് പറയുക കല്ലുവിന് പാട്ടും വീണയും അറിയാമെന്നാ. നുണ പറഞ്ഞിട്ടാണെങ്കിലും അവന് അങ്ങനെയും ഒരു സംതൃപ്തി കിട്ടാൻ. ചന്തു ചെറിയമ്മയെ വിസ്മയത്തിൽ നോക്കിയിരുന്നു. നന്ദേട്ടൻ പറഞ്ഞ നുണയിലെ ന്യായം അവന് ഇപ്പോഴാണ് മനസ്സിലായത്. താല്പര്യമില്ലാത്തവരെ നിർബന്ധിച്ച് ഓരോന്ന് പരിശീലിപ്പിക്കാൻ ശ്രമിക്കണതല്ലേ തെറ്റ്? ചന്തു തിരക്കി. ചന്തുവേട്ടൻ തൻ്റെ പക്ഷം ചേർന്ന് പറഞ്ഞത് കല്യാണിക്ക് സന്തോഷമായി. അവൾ ചന്തുവിനോട് ഒന്നുകൂടി ചേർന്നിരുന്നു. നന്ദൻ്റെ ഒരാശയാണേ, അവന് ഇവളല്ലേ ഉള്ളൂ എല്ലാറ്റിനും. ചെറിയമ്മ നെടുവീർപ്പിട്ടു. 2 ദിവസം കഴിഞ്ഞതും ചന്തു ഗൗരിയോട് പറഞ്ഞു. ഞാനൊന്ന് വീട്ടിൽ പോയി വരാം. അച്ഛനും അമ്മയും അവിടെ തനിച്ചല്ലേ? നമ്മൾ ഈ 2 മക്കളെ വളർത്തിക്കൊണ്ട് വന്നിട്ട് വയസ്സുകാലത്ത് അവർക്ക് ആരും തുണയില്ലെന്ന് വന്നാലോ? കല്യാണി കൂടെ പോരുന്നോന്ന് ചോദിച്ചൂടെ? ചോദിക്കാതെ അറിയാലോ അവൾക്ക് ഇവിടെയാണ് ഇഷ്ടമെന്ന്. എന്തിനാ വെറുതെ അതിനെ വിമ്മിട്ടപ്പെടുത്തുന്നത്? എല്ലാം ഈ ഓപ്പോൾ മൂലമല്ലേ മോനെ? ഗൗരിയുടെ കണ്ണ് നിറഞ്ഞു. അങ്ങനെയൊന്നും ഓപ്പോൾ വിചാരിക്കേണ്ട. സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനാണ് എൻ്റെ ശ്രമം. വീട്ടിൽ പോയ വഴി ചന്തു കോളേജിലും കയറി. 2 ആഴ്ചത്തെ അവധിയിലായിരുന്നു അവൻ. അതുകൊണ്ട് ക്ലാസ്സിൽ കയറിയില്ലെന്ന് മാത്രം. സഹപ്രവർത്തകരെല്ലാം ഒരേ സ്വരത്തിൽ കല്യാണിയെക്കുറിച്ച് തിരക്കി. വിശേഷിച്ചും സ്ത്രീകൾ. ഞങ്ങളൊരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്, ചന്തുവിനും മിസ്സിസിനും. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചു. 2 ആളും കാലേ കൂട്ടി എത്തിയേക്കണം. ഏറ്റവും ഒടുവിലായിരുന്നു ചന്തുവിൻ്റെ സുഹൃത്തും മുഖമൂടി കൂടാതെ എന്തും വെട്ടിത്തുറന്ന് സംസാരിക്കുന്നവനുമായ തോമസ് കോരയുടെ പ്രതികരണം. എത്ര ലക്ഷം വാങ്ങി നീ ചന്തു? തോമസ് കോര ആരാഞ്ഞു. കുറഞ്ഞത് 5 ലക്ഷമെങ്കിലും കിട്ടാതെ അങ്ങനെയൊരു സാധനത്തിന് ചുമക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ചന്തു വല്ലാതെ വിളറി. കല്യാണത്തിൻ്റെ അന്ന് ഒരു നോക്ക് കണ്ടതേയുള്ളൂവെങ്കിലും ഞാൻ ആ കൊച്ചിനെ ശരിക്കും മനസ്സിലാക്കി. തോമസ് കോര തുടർന്നു. ഒരു തനി മുരട്ടു പെണ്ണ്, മനുഷ്യനെ കണ്ടിട്ടില്ലാത്ത തരം. ആ കണ്ണ് കണ്ടാൽ അതിനെന്തോ ദീനമുള്ളതായി തോന്നും. കാഴ്ചയ്ക്ക് കൊള്ളാമെന്ന് മാത്രം. സ്ത്രീധനം വാങ്ങിയുള്ള കല്യാണമൊന്നും ആയിരുന്നില്ല, ചന്തു പറഞ്ഞു. എനിക്ക് ആ സമ്പ്രദായത്തോട് എതിർപ്പുമാണ്. ആഹാ, തോമസ് കോര ചിരിച്ചു. പിന്നെ എന്തിനാ നീ ഇങ്ങനെ ഒരെണ്ണത്തിനെ എടുത്ത് തലയിൽ വെച്ചത്? നേർച്ചയുണ്ടായിരുന്നോ? അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കല്യാണമായിരുന്നു. എൻ്റെ ഓപ്പോളെ കല്യാണം ചെയ്തിരിക്കുന്നത് കല്യാണിയുടെ ഏട്ടനാണ്. അപ്പോൾ വെട്ടിൽ വീണതായിരിക്കും. അതോ നിൻ്റെ ഓപ്പോളും ഇതേപോലെ വല്ല ദീനക്കാരിയുമാണോ? താൻ ഉദ്ദേശിക്കും പോലെ കല്യാണിക്ക് ദീനമൊന്നുമില്ല. ചന്തു പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അല്പം ഓർത്തഡോക്സ് ആണെന്നേ ഉള്ളൂ. ആ, ഒന്ന് മൂളി തോമസ് കോര വിഷയം അവസാനിപ്പിച്ചു. 2 ദിവസത്തിന് ശേഷം ചന്തുവിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഫോണിൽ വിളിച്ച് വീണ്ടും പാർട്ടിയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി. കോളേജിനടുത്തുള്ള ഒരു ഹോട്ടലിൽ വെച്ചാണ് പ്രോഗ്രാം. ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തം കുടുംബസമേതം ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. പാർട്ടിയുടെ അന്ന് ഉച്ചയോടെയാണ് ചന്തു കല്യാണിയെ വിവരം അറിയിച്ചത്. എടുത്തടിച്ചതുപോലെയായിരുന്നു അവളുടെ മറുപടി. ഞാൻ വരില്ല, എനിക്കിഷ്ടമല്ല. ചന്തുവിന് നന്നായി ദേഷ്യം വന്നു. ഞാൻ തീരുമാനിച്ചാൽ നീ വരില്ലേ? എനിക്കിഷ്ടമില്ലാഞ്ഞിട്ടാണ് ചന്ദേട്ടാ. ഞാൻ അങ്ങനത്തെ ചടങ്ങുകൾക്കൊന്നും പോയിട്ടില്ല. എങ്കിലും ഇനി തൊട്ട് പോകാം. ഇങ്ങനെയൊക്കെയല്ലേ ഓരോ കാര്യങ്ങൾ പരിചയമാവുന്നത്. മുഖം വീർപ്പിച്ച് നിന്നതല്ലാതെ കല്യാണി മറുപടി പറഞ്ഞില്ല. വല്ല പട്ടുസാരി ഉടുത്താൽ മതി, ചന്തു പറഞ്ഞു. വീതിയിൽ കസുവുള്ളത് ഓപ്പോളോട് ഉടുപ്പിച്ച് തരാൻ പറയാം.
എന്നാലേ ശരിയാവൂ. പിന്നെ കുറച്ച് മുല്ലമാലയോ മറ്റോ മുടിയിൽ വെച്ചോളൂ. കല്യാണം കഴിച്ചതിൻ്റെ ഒരു പകിട്ട് വരട്ടെ. വേണ്ടിപ്പോ. കല്യാണി ദേഷ്യത്തിൽ മുഖമിളകി. പിന്നെ തിരിഞ്ഞ് മുറിവിട്ടു പോയി. നിൽക്കവിടെ. ചന്തു ഒച്ച കഴിച്ചു. എല്ലാം കേട്ട് നിന്നിരുന്ന ഗൗരി വന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു. വേണ്ട ചന്തു, വെറുതെ ആ കുട്ടിയെ ഹരാസ് ചെയ്യണ്ട. ഒന്നാമത് അതിന് ശീലമില്ലാത്ത കാര്യം. ശീലിക്കാതെ പറ്റില്ലല്ലോ. ഒരു കോളേജ് അധ്യാപകനല്ലേ ഞാൻ. ഭാര്യയും കൊണ്ട് വല്ലപ്പോഴുമെങ്കിലും പുറത്തു പോയിക്കൊണ്ടി വരില്ലേ? ചെറിയൊരു ടൂറ് അല്ലെങ്കിൽ സിനിമ, ഇങ്ങനെയൊക്കെ ഏതൊരു ഭർത്താവിൻ്റെയും മോഹമല്ലേ? അതിനൊന്നും അവളെ കിട്ടില്ലെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ വാശി പിടിക്കാതെ ചന്തു, ഗൗരി അപേക്ഷിച്ചു. സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള ശ്രമമാണെന്നൊക്കെയല്ലേ നീ പറഞ്ഞത്? എന്നിട്ടാണോ ഇങ്ങനെ? സുഖമില്ലാത്ത കുട്ടിയല്ലേ കല്യാണി. ആൾക്കൂട്ടത്തിൽ പോകാനൊക്കെ അവൾക്ക് വിഷമമുണ്ടാവും. ടൂറിന് സിനിമയ്ക്കുമൊക്കെ കൊണ്ടുപോകുന്നത് സൂക്ഷിച്ച് വേണം, പ്രത്യേകിച്ച് നിർബന്ധിച്ച് കൊണ്ടുപോകുന്നത്. പെട്ടെന്ന് വല്ലതും പിണഞ്ഞാലോ എന്ന് വെച്ച് ഞാൻ എന്താ ഇപ്പം ചെയ്യുക? ഞങ്ങൾക്ക് വേണ്ടിയാണ് അവർ ഇങ്ങനെയൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തത് തന്നെ, പ്രത്യേകിച്ചും കല്യാണിക്ക് വേണ്ടി. അവളെ കാണാനും പരിചയപ്പെടാനും കാത്തിരിക്കുക ലേഡി സ്റ്റാഫ്സ്. തനിച്ച് ചെന്നിട്ട് ഞാൻ അവരോട് എന്താ പറയുക? കല്യാണിക്ക് പെട്ടെന്നൊരു സുഖമില്ലായ്ക വന്നു എന്ന് പറയുക, അല്ലാതെ നിവൃത്തിയില്ലല്ലോ. ഇഷ്ടമില്ലാത്ത അവളെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ വെച്ച വല്ല കുഴപ്പവും സംഭവിച്ചാൽ അതല്ലേ കൂടുതൽ പ്രശ്നമാവുക? വിളഞ്ഞ വിത്തുകളാണ് ഞങ്ങളുടെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിലുള്ളതെല്ലാം. ഭാര്യയെ വെളിയിലിറക്കാത്ത കോന്തനാണ് ഞാനെന്ന് വരെ പറഞ്ഞു കളയും. എനിക്ക് വയ്യ. ചന്തു കിതച്ചു. ഞാൻ പോയി വല്ല ആത്മഹത്യ ചെയ്യുകയേ നിവൃത്തിയുള്ളൂ. അപ്പോഴേക്കും ചെറിയമ്മ കല്യാണിയും കൂട്ടി മുറിയുടെ വാതിൽക്കലെത്തി. ആരും ആത്മഹത്യ ചെയ്യണ്ട, ചെറിയമ്മ അറിയിച്ചു. ചന്തുവിൻ്റെ ഒപ്പം കല്യാണിയും പോരുന്നുണ്ട് പാർട്ടിക്ക്. അവൾ റെഡി. അപ്പോഴും മനസ്സില്ലാ മനസ്സോടെ കല്യാണി മുഖം കുനിച്ച് നിൽക്കുകയാണ്. വേണ്ട, എനിക്ക് നിർബന്ധമില്ല, ചന്തു പറഞ്ഞു. കല്യാണിക്ക് നിർബന്ധമുണ്ടെങ്കിലോ? ചെറിയമ്മ തർക്കിച്ചു. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിൻ്റെ ഒപ്പം എവിടെ പോകാനും തയ്യാറായിരിക്കണം ഭാര്യ. ത്രേതായുഗത്തിലെ സീത പോലും അങ്ങനെ ആയിരുന്നല്ലോ. ചന്തു പിന്നെ വാശി പിടിച്ചില്ല. ഗൗരിയും ചെറിയമ്മയും ചേർന്നാണ് കല്യാണിയെ ഒരുക്കിയത്. നല്ല വേഷം. നന്നായി അണിഞ്ഞപ്പോൾ കല്യാണി മോഹിപ്പിക്കുന്നൊരു സുന്ദരിയായി. ചന്തു ഒരു ടാക്സി വിളിച്ചു വരുത്തി. അവൻ്റെ സഹപ്രവർത്തകർക്ക് ആദ്യ കാഴ്ചയിൽ തന്നെ കല്യാണിയെ നന്നായി ഇഷ്ടമായി. നല്ല കുട്ടി, സ്ത്രീകൾ ചന്തുവിനെ അറിയിച്ചു. ചന്തു ഭാഗ്യവാനാണ്. മലയാള ഭാഷാധ്യാപകരുടെ സൽക്കാരമായിരുന്നതുകൊണ്ട് കാര്യങ്ങൾ തികച്ചും മലയാളി മട്ടിലായിരുന്നു. ചായയും പലഹാരങ്ങളും തണുപ്പിച്ച പഴച്ചാറ് വേണ്ടവർക്കതും. മദ്യം നിർബന്ധമായി ഒഴിവാക്കിയിരുന്നു. കല്യാണി യാതൊന്നും തൊട്ടു നോക്കാതെ മുഖം ചുളിച്ചിരുന്നപ്പോൾ ചന്തു ഒരു കട്ലറ്റ് എടുത്ത് നീട്ടി. ഇത് നല്ലതാണ്, എനിക്കിഷ്ടപ്പെട്ട സാധനമാണ്, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. ഇതിലൊക്കെ ഇറച്ചി ചേർത്തിട്ടുണ്ടാവും. എനിക്ക് വേണ്ട. കല്യാണി ഒഴിഞ്ഞു മാറി. ഇത് വെജിറ്റബിൾ കട്ലറ്റാണ് കല്ലു, ചന്തു സ്നേഹപൂർവ്വം അറിയിച്ചു. കട്ലറ്റും സമോസയും ഫ്രൂട്ട് സലാഡ്, ഇതിൻ്റെയൊക്കെ കൊതിയനാ ഞാൻ. എനിക്ക് വേണ്ടാഞ്ഞിട്ടല്ലേ ചന്തുവേട്ട. കല്യാണി കേണു. ഭർത്താവ് നീട്ടിയാൽ വേണ്ടെന്ന് പറയരുത് കല്യാണി. എതിരിലിരുന്നിരുന്ന വത്സല ടീച്ചർ കുസൃതി ചിരിയോടെ ഉപദേശിച്ചു. വിഷമാണ് നീട്ടുന്നതെങ്കിലും വാങ്ങി കഴിച്ചോളണം, വിശേഷിച്ച് മധുവിധ നാളിൽ. ഭർത്താവ് വിഷം നീട്ടിയാൽ വത്സല ടീച്ചർ വാങ്ങി കഴിക്കുമോ? കൂട്ടത്തിൽ നിന്നും ആരോ വിളിച്ചു ചോദിച്ചു. എന്താ സംശയം? വത്സല ടീച്ചർ ഗാംഭീര്യത്തിൽ ചുറ്റും നോക്കി. എൻ്റെ ഗോപിയേട്ടൻ നീട്ടുന്ന വിഷവും എനിക്ക് അമൃതായിരിക്കും. അത് കേട്ടത് ഒരു കൂട്ട കയ്യടി. ചന്തുവിന് കലശലായ ചമ്മൽ അനുഭവപ്പെട്ടു. എങ്കിൽ മിസ്സിസ് ചന്തു ഒരു വെജിറ്റബിൾ കട്ലറ്റ് കഴിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല. ആരുടെയോ പ്രസ്താവന. എനിക്ക് വേണ്ട. തെല്ലുവൃത്തിയായിരുന്നു കല്യാണിയുടെ പ്രതികരണം. ആ മുഖം വീർത്തു കഴിഞ്ഞു. ചന്തുവിന് വാശിയായി. തിന്നേ പറ്റൂ, അല്ലെങ്കിൽ ഇവിടെ എല്ലാം അവസാനിക്കും. ശബ്ദം താഴ്ത്തി അവൻ കല്യാണിയോട് പറഞ്ഞു. കല്യാണി അനങ്ങിയില്ല. അപ്പോഴാണ് മലയാളം ഡിപ്പാർട്ട്മെൻറ്റിലെ ഏക അവിവാഹിതനും കവിയും ചന്തുവിൻ്റെ പഴയ സഹപാഠിയുമായ ശരശ്ചന്ദ്രവർമ്മ തൻ്റെ പ്ലേറ്റിൽ നിന്ന് ഒരു കട്ലറ്റുമായി കല്യാണിയെ സമീപിച്ചത്. കേട്ടോ മിസ്സിസ് കല്യാണി, എൻ്റെ ചങ്ങാതിയാണെങ്കിലും ഈ ചന്തുവിനെ പെണ്ണുങ്ങളെ ട്രീറ്റ് ചെയ്യാൻ അറിയില്ല. ഇതാ, ഈ കട്ലറ്റ് തിന്നോളൂ. ഇതാണ് ഒറിജിനൽ വെജിറ്റബിൾ കട്ലറ്റ്. ചന്തു നീട്ടിയത് മട്ടൺ കട്ലറ്റാണ്. കല്യാണി അയാളെ അമ്പരപ്പോടെ നോക്കി. ഒരു കട്ലറ്റ് തിന്നുന്നത് കൊണ്ട് എന്താ കുട്ടി കുഴപ്പം? ശരശ്ചന്ദ്രവർമ്മ ചോദിച്ചു. സുന്ദരികളുടെ ഇഷ്ട പലഹാരമാണ് വെജിറ്റബിൾ കട്ലറ്റ്. ടൊമാറ്റോ സോസിൽ മുക്കി വേണം ഇവനെ തട്ടാൻ. നാളെ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ ഞാനും വല്ലതുമൊക്കെ കഴിക്കേണ്ടതല്ലേ? അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് നിഷേധിക്കരുത്. സകലരും എന്നെ കൂമേ. അവൾ യാചനാഭാവത്തിൽ കല്യാണിയെ നോക്കി. കല്യാണി കൈ നീട്ടി വർമ്മയിൽ നിന്ന് കട്ലറ്റ് വാങ്ങി. അപ്പോഴും കയ്യടി. ചന്തു സ്തബ്ധനായി ഇരുന്നു. അവൻ്റെ മുഖം രക്തശൂന്യമായി. വത്സല ടീച്ചറുടെ കണ്ണുകളിൽ സഹതാപം നിറയുന്നത് അവൻ കണ്ടു. കടിച്ചു പിടിച്ചാണ് ചന്തു ആ നിമിഷങ്ങളെ തരണം ചെയ്തത്. തിരികെ കാറിൽ കടന്ന നിമിഷം അവൻ കല്യാണിയോട് ചോദിച്ചു, നന്ദിയുണ്ടോടി നിനക്ക്? നിന്നെപ്പോലൊരു ഭൂതത്തെ ചുമന്നുകൊണ്ട് നടക്കാനുള്ള മനസ്സ് കാണിച്ചവനല്ലേ ഞാൻ. അതിനിപ്പോൾ ഞാൻ എന്താ ചെയ്തത് ചന്തുവേട്ടാ? ഒന്നും മനസ്സിലാകാത്തതുപോലെ കല്യാണി ചോദിച്ചു. ഒന്നും ചെയ്തില്ല, ഇനിയൊന്നും ചെയ്യുകയും വേണ്ട. എല്ലാം നമുക്കിവിടെ അവസാനിപ്പിക്കാം. അതോടെ കല്യാണി ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. വീട്ടിലെത്തിയിട്ടും അവൾ കരച്ചിൽ നിർത്തിയില്ല. എന്തേ ചന്തു? നന്ദഗോപൻ വേപതുകൂടെ തിരക്കി.
ഈ ചന്തുവേട്ടൻ, കല്യാണി പറയാൻ ആരംഭിച്ചു. ഉടൻ ചന്തു ഗർജിച്ചു. മിണ്ടരുത്, ഞാൻ മിണ്ടും. കല്യാണി ചീറി. സർവ്വനിയന്ത്രണവും തകർന്ന ചന്തു കല്യാണിയുടെ മുഖമടച്ച് ഒന്ന് കൊടുത്തു. ചന്തു, ഗൗരി നിലവിളിച്ചു. നന്ദഗോപന്റെ കണ്ണിൽ തീക്കനലുകൾ ദൃശ്യമായി. കിതപ്പോടെ തെല്ലുനേരം ചന്തുവിനെ നോക്കി നിന്നിട്ട് അവൻ തിരിഞ്ഞു നടന്നു. പിറകെ ഗൗരിയും. തൊട്ടടുത്ത മുറിയിൽ കടന്നതും നന്ദൻ തിരിഞ്ഞ് ഗൗരിയുടെ മുഖമടിച്ച് ഒന്ന് കൊടുത്തു. ഇത് നിനക്കുള്ളതല്ല, അവനാ. നിന്റെ വാചകം പൂർത്തിയാക്കാതെ നന്ദൻ തിരിഞ്ഞു നടന്നു. അടുത്ത മുറിയിൽ നടന്നത് എന്താണെന്ന് ചന്തുവിന് വ്യക്തമായും മനസ്സിലായി. അടിയുടെ ശബ്ദം അവൻ കേട്ടതാണ്. ഓപ്പോളിൽ നിന്ന് അറിയാതെ പുറത്തു ചാടിയ ഏങ്ങലും തുടർന്നുള്ള നന്ദേട്ടൻ്റെ വാക്കുകളും. ഒരു കുതിപ്പിൽ ചന്തു ഗൗരിയുടെ അരികിലെത്തി. വലതു കൈത്തലം കൊണ്ട് കവിൾത്തടം പൊത്തി നിൽക്കുകയായിരുന്നു ഗൗരി. നന്ദഗോപൻ മുറി വിട്ടു പോയിരുന്നു. ഓപ്പോളെ, ചന്തു വിളിച്ചു. ചന്തുവിനെ കണ്ടപ്പോൾ ഗൗരി കവിളിൽ നിന്ന് കൈയെടുത്തു. ആ മുഖത്തെ ചുവന്ന പാടവൻ കണ്ടു. ഓപ്പോളെ അടിച്ചു അല്ലേ? വിങ്ങി പൊട്ടിക്കൊണ്ട് ചന്തു ചോദിച്ചു. ഏയ്, ഗൗരി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അതിന് നിന്റെ അത്ര മണ്ടനൊന്നും അല്ലല്ലോ നന്ദേട്ടൻ. അതെനിക്കറിയാം, അതുകൊണ്ടാ ചോദിച്ചത്. ഈ പാട്. ചന്തു ഓപ്പോളുടെ കവിളിൽ തൊട്ടു. ഗൗരി വീണ്ടും ആ ഭാഗം കൈത്തലം കൊണ്ട് മറിച്ചു. ഇല്ല, ഇത് അടിയുടെ പാടൊന്നുമല്ല. ഗൗരിയുടെ കണ്ട വിടറി. നോക്കൂ, ചന്തു പറഞ്ഞു. ഓപ്പോൾക്ക് കള്ളം പറയാൻ അറിയില്ല. അതിനായി ചുമ്മാ ബന്ധപ്പെടുകയും വേണ്ട. ഗൗരി പരാജിതയായി. സാരമില്ല മോനെ, അവൾ ഏങ്ങലടിച്ചു. ഇതാണ് മാറ്റക്കല്യാണം, മനസ്സിലാക്കിക്കൊള്ളൂ. നീ നന്ദേട്ടനെ അനുജത്തിയെ അടിച്ചാൽ അദ്ദേഹത്തിന് പകരമായി ഇതല്ലേ ചെയ്യാനാവൂ. ഞാൻ മൂലം ഓപ്പോൾ അടികൊള്ളാൻ പാടില്ല. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇത് നീ മൂലമുള്ളതല്ല ചന്തു. ഓപ്പോൾക്കായി ദൈവം കുറിച്ചു വെച്ചതാ. അത് നിഷേധിക്കാൻ പറ്റില്ലല്ലോ. ഓപ്പോൾക്ക് ധൈര്യമുണ്ടോ? ചന്തു ചോദിച്ചു. എന്തിന്? ഗൗരി കണ്ണുമിഴിച്ചു. ഈ വലിയ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ. ഓപ്പോൾക്ക് ഞാനുണ്ട്. ഓപ്പോൾക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. ഓപ്പോൾ തനിച്ചല്ലല്ലോ ചന്തൂട്ടാ. എനിക്കൊരു മകൻ കൂടിയില്ലേ? അവൻ നന്ദേട്ടൻ്റെയും കൂടി മകനാണ്. അവനെ ഞാൻ നോക്കും, പൊന്നുപോലെ നോക്കും. പഠിപ്പിച്ച് അവൻ്റെ അച്ഛനേക്കാൾ വലിയവനാക്കും. ഇനിയുള്ള എൻ്റെ ജീവിതം ഓപ്പോൾക്കും അവനും വേണ്ടിയായിരിക്കും. ഓപ്പോൾക്ക് എന്നെ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ. അപ്പോൾ കല്യാണി, അവൾ ഇവിടെ നിൽക്കും. അവൾക്ക് അവളുടെ ഏട്ടനുണ്ടല്ലോ. അത് വേണ്ട മോനെ, ഗൗരി അപേക്ഷിച്ചു. ഓപ്പോൾക്ക് ഇവിടം വിട്ട് പോരാൻ വയ്യ. എൻ്റെ മകനും അമ്മയേക്കാൾ അച്ഛനെയാണ് ആവശ്യം. നീ വേണമെങ്കിൽ രക്ഷപ്പെട്ടോളൂ. ഒരു പരിചാരികയായിട്ടായാലും ഈ വീട്ടിൽ കഴിയാനാണ് എനിക്ക് മോഹം. ഓപ്പോൾ മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. എത്ര അഭിമാനികളായിട്ടാണ് അച്ഛൻ നമ്മെ വളർത്തിയത്. അഭിമാനം വലുതാണെന്ന് സമ്മതിക്കുന്നു, ഗൗരി പറഞ്ഞു. പക്ഷെ അഭിമാനത്തെക്കാൾ വലിയ കാര്യങ്ങളും മനുഷ്യനുണ്ട്. ഏതായാലും എനിക്ക് കുറേ നാളത്തേക്ക് ഇവിടെ നിന്ന് മാറി നിന്നാൽ കൊള്ളാമെന്നുണ്ടെന്ന്. എവിടേക്ക്? ഇവിടെ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വീട്ടിൽ. അല്ലാതെ എവിടെ പോകാനാ ഞാൻ? അച്ഛനാണേലും നന്നേ ക്ഷീണിച്ചിരിക്കുന്നു. കുറേ ദിവസമെങ്കിലും ഞാൻ ഒപ്പം ഉണ്ടായിരുന്നാൽ അത് അച്ഛനും അമ്മയ്ക്കും വലിയ ആശ്വാസമായിരിക്കും. ഗൗരി തടസ്സമൊന്നും പറഞ്ഞില്ല. അപ്പോൾ തന്നെ ചന്തു പോയി പാക്ക് ചെയ്തു. പോകും മുമ്പ് നന്ദേട്ടനോടൊന്ന് പറഞ്ഞേക്കൂ, ഗൗരി അറിയിച്ചു. വേണ്ട, ഉപചാരങ്ങൾക്കൊന്നും ഇപ്പോൾ സ്ഥാനമില്ല. ചന്തു പെട്ടിയും തൂക്കി പുറത്തു വന്നപ്പോൾ ചെറിയമ്മ ഓടിയെത്തി കയ്യിൽ പിടിച്ചു. എന്താണ് ഉണ്ടായതെന്ന് ആരും എന്നോട് പറഞ്ഞില്ല. എന്നാലും ഈ വൃദ്ധ യാചിക്കുക. പിണങ്ങിപ്പോകല്ലേ കുട്ടി. ചന്തു നടന്നു. ചെറിയ കാലം കൊണ്ട് തന്നെ ചെറിയമ്മ അവന് വളരെ പ്രിയപ്പെട്ടവളായി മാറിയിരിക്കുന്നു. പോയിട്ട് വരാം, പതിഞ്ഞ സ്വരത്തിൽ അവൻ ചെറിയമ്മയോട് പറഞ്ഞു. വരണേ. ചെറിയമ്മ കരഞ്ഞു. മുറ്റത്തിറങ്ങിയ ചന്തു തിരിഞ്ഞു നോക്കി. കല്യാണി എവിടെയെന്ന് അറിയാൻ അവന് ആഗ്രഹമുണ്ടായിരുന്നു. അവളെ വെറുക്കാൻ അവന് കഴിയുന്നില്ല. പിണക്കങ്ങളെല്ലാം താൽക്കാലികം മാത്രം. അവളുടെ പ്രവൃത്തികൾക്ക് പിന്നിലുള്ളത് അജ്ഞതയാണെന്ന് മനസ്സിലാക്കാൻ അവന് കഴിഞ്ഞിരുന്നു. ചന്തുവിൻ്റെ മനസ്സറിഞ്ഞെന്നോണം ചെറിയമ്മ പറഞ്ഞു. കല്ലു ഇടനാഴിയിൽ വെറും നിലത്ത് കിടക്കുക, കരയുക. അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല കേട്ടോ, സ്നേഹമല്ലാതെ. ചന്തുവിൻ്റെ കണ്ണുകൾ ഈറനായി. എന്നിട്ടും അവൻ തിരിഞ്ഞു നടന്നു. ഗേറ്റ് വരെ ഗൗരി തുണ ചെന്നു. ചന്തു ഗേറ്റ് കടന്നപ്പോൾ പിന്നിൽ നിന്ന് ഗൗരി തിരക്കി. വൈകാതെ മടങ്ങി വരുമോ? ചന്തു മിണ്ടിയില്ല, തിരിഞ്ഞു നോക്കിയില്ല, നടന്നകന്നു. അമ്മയുടെ അടുത്ത് അവനാവുന്നത്ര ചുരുക്കി കാര്യങ്ങൾ അറിയിച്ചു. മാറ്റക്കല്യാണം വേണ്ടാന്ന് അന്നേ ഞാൻ പറഞ്ഞതാ. വിലാസിനിയമ്മ ചന്ദ്രൻ മാഷോട് സങ്കടം പറഞ്ഞു. ഒറ്റയടിക്ക് എൻ്റെ 2 കുട്ടികളും വിഷമത്തിലായി. ഞാൻ ഈ കുറ്റമേറ്റാൽ കുട്ടികളുടെ വിഷമം മാറുമോ? മാഷ് തിരക്കി. കുറ്റപ്പെടുത്തിയതല്ല ഞാൻ, എൻ്റെ പ്രയാസം അറിയിച്ചതാ. എനിക്കില്ലേ പ്രയാസം? മാഷ് നെടുവീർപ്പിട്ടു. എന്നാലും ഇതെല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട് ഗൗരി ഇതിന് കൂട്ടുനിന്നല്ലോ. ചന്തു എന്ന് വെച്ചാൽ മരിക്കുമായിരുന്നവളല്ലേ അവൾ. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളുടെ അവസ്ഥ ഇതാണ് വിലാസിനി. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭർത്തൃകുടുംബത്തോട് ചേർന്ന് നിന്ന് സ്വന്തം കുടുംബത്തെ ദ്രോഹിക്കാൻ വിധിക്കപ്പെട്ടവർ. നമ്മൾ മാതാപിതാക്കളെങ്കിലും അവരെ മനസ്സിലാക്കിയേ പറ്റൂ. വിലാസിനിയമ്മ അതോടെ നിശബ്ദയായി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഗൗരി ചന്തുവിനെ ഫോണിൽ വിളിച്ച് അവൻ്റെ കോളേജിലേക്ക്. എന്നാ നീ വരുക? വരാം. എപ്പോഴൊന്നും തീരുമാനിച്ചില്ലേ? എന്തിനാ വരണതെന്ന ആലോചന. കല്യാണി ഈ ഊനൊറിഞ്ഞ മട്ടിൽ മുറിക്കുള്ളിൽ തന്നെ കുത്തിയിരിപ്പാ.
ഇടയ്ക്കിടെ ഏങ്ങലടിക്കുന്നതും കണ്ണീരൊക്കുന്നതും എല്ലാം കാണാം. കഷ്ടമുണ്ട് ചന്തു. ചന്തു അതിന് മറുപടി പറഞ്ഞില്ല. അച്ഛനും അമ്മയും എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടാവും ഇല്ലേ? ഗൗരി ചോദിച്ചു. ഓപ്പോളുടെ നിസ്സഹായത ഞങ്ങൾക്കറിയാമല്ലോ. എന്നാലും ആ ശാപത്തിൽ നിന്ന് എനിക്ക് മോചനം ഉണ്ടാവുമോ? ഓപ്പോൾ ആരെയെ ശപിക്കുക? അത് പറയ്, ചന്തു ആവശ്യപ്പെട്ടു. അതിനുത്തരം നൽകാതെ ഗൗരി ഫോൺ വെച്ചു. ഏതാണ്ട് 1 മാസത്തിന് ശേഷം ഗൗരി വീണ്ടും വിളിച്ചു. അത് വീട്ടിലേക്കായിരുന്നു. വിലാസിനിയമ്മയാണ് ഫോൺ എടുത്തത്. നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ അത്യാഹ്ലാദത്തിൽ മകനെ വിളിച്ചു. ചന്തു, ഒന്നിങ്ങോട്ട് വന്നേ, ഇതാ ഒരു സന്തോഷ വാർത്ത. ചന്തുവിന് മുമ്പേ ഓടിയെത്തിയത് ചന്ദ്രൻ മാഷാണ്. തനിക്ക് ഇനി എന്ത് സന്തോഷ വാർത്ത എന്ന ഭാവമായിരുന്നു ചന്തുവിന്. ചന്തുട്ടനൊരു അച്ഛനാവാൻ പോണു, അമ്മ അറിയിച്ചു. കല്യാണിക്ക് വിശേഷം. ഓ, ചന്ദ്രമാഷിൽ ആനന്ദത്തിൻ്റെ വീർപ്പുമുട്ടൽ. ചന്തുവിലും കോരിത്തെരിപ്പ്. ഇങ്ങനെയൊന്നിനെക്കുറിച്ച് അവൻ ഓർത്തതേയില്ല. തികച്ചു ഓർക്കാപ്പുറത്താണ്. തൻ്റെ സന്തോഷം അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും മറച്ചു പിടിക്കാൻ അവന് യത്നിക്കേണ്ടി വന്നു. അപ്പോൾ തന്നെ അവൻ ഓപ്പോളെ അങ്ങോട്ട് വിളിച്ചു. എന്താ ഓപ്പോളെ? അമ്മ പറഞ്ഞില്ലേ? എന്നാലും ഇനിയുള്ളതൊക്കെ നേരിൽ വന്ന് അറിഞ്ഞാൽ മതി. കളിപ്പിക്കാൻ പറഞ്ഞതല്ലല്ലോ ഇല്ലേ? നിന്നെ കളിപ്പിച്ചാലും അച്ഛനെയും അമ്മയും കളിപ്പിക്കാൻ പറ്റില്ലല്ലോ. നന്ദേട്ടൻ എന്തു പറഞ്ഞു? നന്ദേട്ടനല്ലല്ലോ പറയേണ്ടത്, നീയല്ലേ. നന്ദേട്ടൻ വിളിക്കാതെ ഇനി ആ വീട്ടിലേക്ക് വരാൻ എനിക്ക് പ്രയാസമുണ്ട്. നന്ദേട്ടൻ വിളിക്കാൻ ചിലപ്പോൾ നന്ദേട്ടൻ്റെതായ സമയം എടുത്തു എന്ന് വരാം. അതുവരെ ഇവിടേക്ക് വരാതിരിക്കാൻ നിനക്ക് കഴിയോ ചന്തു? ഓപ്പോളുടെ ചോദ്യം ശരിക്കും അർത്ഥവത്തായി അവന് തോന്നി. നന്ദേട്ടൻ ക്ഷണിക്കും വരെ ക്ഷമിക്കാൻ തനിക്ക് കഴിയുമോ? ഇപ്പോൾ തന്നെ കല്യാണിയെ ഒന്ന് കാണാൻ വെമ്പൽ. അവൾ ഇപ്പോൾ എങ്ങനെ ഇരിക്കുമെന്നറിയാൻ. ഇപ്പോഴാണ് അവൾ തൻ്റെ ഭാര്യയായതെന്ന് ചന്തുവിന് തോന്നി. ഞാൻ വരാം ഓപ്പോളെ, അവൻ പറഞ്ഞു. കല്യാണി അടുത്ത് നിൽക്കുന്നുണ്ട്. അവൾ എന്തോ നിന്നോട് പറയണമത്രേ. ഗൗരി അറിയിച്ചു. കല്യാണി ഇങ്ങോട്ടെന്തേലും സംസാരിച്ചാൽ മതിയല്ലോ. തൻ്റെ പിണക്കം തീരാൻ ചന്തു ആലോചിച്ചു. ഫോൺ കൊടുക്ക്, ചന്തു പറഞ്ഞു. എന്നാൽ അവൻ്റെ കാതിൽ വീണത് കുറേ ഏങ്ങലടികളാണ്. തുടർന്ന് ബന്ധം മുറിഞ്ഞു. അന്ന് തന്നെ പോയി കല്യാണിയെ കണ്ടാലോ എന്ന് ആലോചിച്ചെങ്കിലും ഒരാഴ്ച കൂടി ചന്തു മനഃപൂർവ്വം വൈകി. ഒടുവിൽ നന്ദഗോപൻ്റെ വിളി അവനെ തേടിയെത്തി. ചന്തുവിന് ഇവിടേക്ക് വരണമെന്നുണ്ടെന്നറിയാം. ഞാൻ ക്ഷണിക്കാത്തതിൻ്റെ പേരിൽ യാത്ര വൈകിച്ച് ഈ അവസ്ഥയിൽ കല്യാണിയെ വിഷമിപ്പിക്കരുതെന്ന് കരുതി വിളിച്ചതാണ്. നന്ദേട്ടൻ്റെ സ്വാർത്ഥത ഇവിടെയും പ്രകടമായല്ലോ എന്ന് ചന്തു ഓർത്തു. കല്യാണിയെ താൻ വിഷമിപ്പിക്കരുതെന്ന് കരുതിയാണത്രേ വിളിച്ചത്. കല്യാണിയേക്കാൾ അവളിൽ വളരുന്ന തൻ്റെ ജീവനെക്കുറിച്ചാണ് ചന്തു ആലോചിച്ചത്. ആ കുരുന്ന ജീവന് വേണ്ടി ആരുടെ മുന്നിൽ തോൽക്കാനും ചന്തു തയ്യാറായിരുന്നു. അന്ന് തന്നെ ചന്തു യാത്രയായി. അമ്മയും ഒപ്പം ഇറങ്ങി. പലതരം പലഹാരങ്ങൾ വാങ്ങി വണ്ടിയിൽ നിറച്ചു. എന്നിട്ടും വിലാസിനി അമ്മയ്ക്ക് തൃപ്തിയായില്ല. കല്യാണിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരം എന്താ ചന്തു? അമ്മ തിരക്കി. സത്യത്തിൽ ചന്തുവിന് അതേക്കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. തങ്ങൾ എത്രയോ കുറച്ചാണ് പരസ്പരം മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് അവൻ ഓർത്തു. കല്യാണിക്ക് എപ്പോഴും സ്വന്തം ലോകമുണ്ടായിരുന്നു. തനിക്ക് ആ ലോകം തീർത്തും അന്യവുമായിരുന്നു. കാർ മുറ്റത്തെത്തിയപ്പോഴേ കല്യാണി ഓടി വന്ന് ചന്തുവിനെ സ്വീകരിച്ചു. എന്നാൽ അവൾ അമ്മയോട് അത്രയും താല്പര്യം കാണിക്കാഞ്ഞത് ചന്തുവിനെ വിഷമിപ്പിച്ചു. വന്ന കാറിൽ അന്ന് തന്നെ അമ്മയെ മടക്കി അയക്കുകയും ചെയ്തു. കല്ലുവിനെ നന്നായി നോക്കണേ ഗൗരി, അമ്മ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയിരുന്നു. അവളുടെ അമ്മയുടെ സ്ഥാനമാണ് നിനക്ക് എല്ലാ അർത്ഥത്തിലും. മടങ്ങുമ്പോൾ ചന്തുവിനെയും അമ്മ ഉപദേശിച്ചു. അവൾ എന്ത് കാട്ടിയാലും അവളുടെ മനസ്സ് നോവുന്ന വർത്തമാനം ഒന്നും പറയരുത്. ഈ സമയത്ത് അങ്ങേയറ്റം സൂക്ഷിക്കണം, പ്രത്യേകിച്ചും സുഖമില്ലാത്ത കുട്ടിയാവുമ്പോൾ. ചന്തു തലകുലുക്കി സമ്മതിച്ചു. ആ ആഴ്ചയിൽ തന്നെ കല്യാണിയെ ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചു. അവർ വിശദമായി പരിശോധിച്ചു. പാലിക്കേണ്ട ചിട്ടകൾ വിശദീകരിച്ചു. ഒടുവിലാണ് കല്യാണിയുടെ ദണ്ണക്കാരി ഗൈനക്കോളജിസ്റ്റിനെ അറിയിച്ചത്. ഡോക്ടറുടെ മുഖം മാറി. നെറ്റിയിൽ ചുളിവുകൾ പ്രകടമായി. ഇതെന്തീ ആദ്യമേ പറഞ്ഞില്ല? ഡോക്ടർ കുറ്റപ്പെടുത്തും പോലെ ചന്തുവിനെ നോക്കി. ഈ രോഗത്തിനല്ലേ നിങ്ങൾ ആദ്യമേ ചികിത്സിക്കേണ്ടിയിരുന്നത്? രോഗം ഭേദമായ ശേഷം മതിയായിരുന്നല്ലോ ഈ കുട്ടി ഗർഭിണിയാകുന്നത്. ചന്തു സ്തബ്ധനായി ഇരുന്നു. കുറ്റം എൻ്റേതാണോ? അവൻ സ്വയം ചോദിച്ചു. അസുഖത്തിനായി ഈ കുട്ടി കഴിച്ചുകൊണ്ടിരുന്ന ഗുളികകൾ രണ്ടും സ്റ്റോപ്പ് ചെയ്തേ പറ്റൂ. ഗർഭസ്ഥ ശിശുവിന് അത് അപകടം ഉണ്ടാക്കും. ഗുളികകൾ നിർത്തിയാൽ അസുഖം. ചന്തു ദയനീയമായി ഡോക്ടറെ നോക്കി. അതേക്കുറിച്ച് ഈ കുട്ടിയെ ചികിത്സിക്കുന്ന ന്യൂറോളജിസ്റ്റിനല്ലേ പറയാൻ കഴിയൂ. ചന്തുവിൻ്റെ നെഞ്ചെരിയാൻ തുടങ്ങി. കല്യാണിയെ ആരാണ് ചികിത്സിക്കുന്നതെന്ന് പോലും ചന്തുവിനറിയില്ല. അവളുടെ രോഗത്തെപ്പറ്റി സൂചിപ്പിക്കുക പോലും ചെയ്യാതെ അക്കാര്യം മറച്ചുവെച്ച ആളാണ് നന്ദേട്ടൻ. അതുകൊണ്ട് തന്നെ നന്ദേട്ടനോട് അതേപ്പറ്റി ആരായാൻ ചന്തു ഇഷ്ടപ്പെട്ടില്ല. അവൻ പ്രസിദ്ധനായ ഒരു ന്യൂറോളജിസ്റ്റിനെ കണ്ടു. നോ, മരുന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, അദ്ദേഹം അറിയിച്ചു. മരുന്ന് മുടക്കിയാൽ വീണ്ടും അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് ഒരു അറ്റാക്ക് വന്നാൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. ചന്തു നടുങ്ങി. ചെറുത്താനും ചെങ്കടലിൻ്റെ മധ്യയായി അവൻ.
ഒന്നുകിൽ കുട്ടിക്ക് അപകടം, അല്ലെങ്കിൽ കല്യാണിക്ക്. തല ചുറ്റുന്നത് പോലെ അവന് തോന്നി. കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ. കല്യാണിയെ ചേർത്ത് പിടിച്ച് ആശുപത്രിയുടെ കോറിഡോറിലൂടെ നീങ്ങുമ്പോൾ പൊട്ടിക്കരയാതിരിക്കാൻ ചന്തു പാടുപെട്ടു. ആശുപത്രിയിൽ നിന്ന് കല്യാണിയും ചന്തുവും മടങ്ങി വരുന്നതും കാത്ത് പൂമുഖത്ത് തന്നെ ഗൗരിയും ചെറിയമ്മയും ഉണ്ടായിരുന്നു. കാറിൽ നിന്ന് കല്യാണി പുറത്തു വന്നതും ഗൗരി ചെന്ന് അവളുടെ കൈ കവർന്നു. കല്യാണിയെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഗൗരി അകത്തേക്ക് വന്നത്. ഡോക്ടർ എന്തു പറഞ്ഞു കല്ലു? അകത്തെത്തിയ കല്യാണിയോട് ചെറിയമ്മ ചോദിച്ചു. എന്നോടൊന്നും പറഞ്ഞില്ല. ക്ഷീണത്തോടെ കിടക്കയിലിരുന്നുകൊണ്ട് കല്യാണി പറഞ്ഞു. ചന്തുവേട്ടനോടാണ് എന്തൊക്കെയോ പറഞ്ഞത്. അത് കേട്ടതോടെ ചന്തുവേട്ടൻ ആകെ വിഷമത്തിലായി. ഞാൻ ചത്തുപോകുമെന്നോ മറ്റോ ആണോ ഡോക്ടർ പറഞ്ഞത്? ഗൗരി പെട്ടെന്ന് അവളുടെ വായ പൊത്തിപ്പിടിച്ചു. കല്ലു, എന്താ നീ പറയണത്? ഈ സമയത്ത് ഇങ്ങനെയൊക്കെയാണ് പറയുക? അധിക പ്രസംഗം ലേശം അധികമുണ്ട്. ഗൗരി ശാസിച്ചിട്ടും കല്യാണിക്ക് ദേഷ്യം വന്നില്ല. അവൾ ചിരിക്കുകയായിരുന്നു. ഏട്ടത്തിയമ്മ ദേഷ്യപ്പെടുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ദേഷ്യപ്പെടുകയല്ല, ഒന്ന് തരികയാ വേണ്ടത്, ചെറിയമ്മ പറഞ്ഞു. തല്ലുകൊള്ളാതെ വളർന്നതിൻ്റെ ദോഷം വേണ്ടുവോളം ഉണ്ട് കുട്ടിക്ക്. അപ്പോഴും കല്ല് ചിരിച്ചു. ചെറിയമ്മ എന്നെ തല്ലിക്കോളൂ, എനിക്കിഷ്ടമാണ്. കല്യാണിക്ക് എന്തൊക്കെയോ മാറ്റം വന്നുവോ എന്ന് ചെറിയമ്മയ്ക്ക് സംശയം. അത് വെറുതെ ഓരോന്ന് പറയുകയാണോ? നിമിഷം തോറുമാണല്ലോ അവളുടെ സ്വഭാവം മാറുക. ചെറിയമ്മ ഗൗരിയുടെ നേർക്ക് തിരിഞ്ഞു. ഡോക്ടർ എന്താണ് പറഞ്ഞതെന്ന് ചന്തുവിനോടൊന്ന് ചോദിക്കൂ ഗൗരി, എനിക്കതറിയാനാണ് തിടുക്കം. അതോടെ ഗൗരി ചന്തുവിൻ്റെ പിന്നാലെ ചെന്നു. അവൻ അവളുടെ കിടക്കറയിലായിരുന്നു. ഗൗരി വാതിൽക്കൽ എത്തിയപ്പോൾ കണ്ടത് ചന്തു പെട്ടിയിൽ വസ്ത്രങ്ങൾ കുത്തി നിറയ്ക്കുന്നതാണ്. അതും വളരെ തിടുക്കത്തിൽ. എവിടേക്കാ ചന്തു യാത്ര പോകുന്നത്? ഗൗരി തിരക്കി. ചന്തു തിരിഞ്ഞു നോക്കി. അവൻ്റെ മുഖത്ത് വല്ലാത്ത പാരവശ്യം. അത് കണ്ടപ്പോൾ ഗൗരിക്കും പരിഭ്രമമായി. എന്താ ചന്തു വല്ലാതെ? പാക്ക് ചെയ്യുന്നത് നിർത്തി ചന്തു എഴുന്നേറ്റു. ഞാനും കല്ലു ഇവിടുന്ന് പോവുകയാണ്. വീട്ടിലേക്കോ? ഗൗരിക്ക് ആകാംക്ഷ. വീട്ടിലേക്കല്ല. എന്തിനാ അവിടെ ചെന്ന് അച്ഛനെയും അമ്മയെയും വിഷമിപ്പിക്കുന്നത്? നിങ്ങൾ ചെല്ലുന്നത് അച്ഛനും അമ്മയ്ക്കും വിഷമമാണോ? കല്യാണിയുടെ പ്രത്യേക സ്വഭാവം ചിലപ്പോൾ അവർക്ക് താങ്ങാൻ കഴിഞ്ഞില്ലെന്ന് വരാം. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇവിടെ തന്നെ തങ്ങാമെന്ന് ആദ്യം കരുതിയത്. എന്നിട്ടിപ്പോൾ എന്ത് പറ്റി? ഗൗരി ചോദിച്ചു. ഒന്നില്ലെങ്കിൽ ഇവിടെ, അല്ലെങ്കിൽ അവിടെ. ഇത് രണ്ടുമല്ലാത്തൊരു സ്ഥലത്ത് തങ്ങേണ്ട കാര്യം എന്ത്? വീട്ടിൽ തങ്ങാത്തതിൻ്റെ കാരണം പറഞ്ഞല്ലോ. ഇവിടെ വേണ്ടെന്ന് വെച്ചത് എൻ്റെ ഓപ്പോളുടെ ഭർത്താവിനെ യാതൊരു തരത്തിലും ഇനി ആശ്രയിക്കില്ലെന്ന് തീരുമാനിച്ചത് കൊണ്ടാണ്. ഗൗരി സ്തബ്ധയായി. ചന്തൂട്ടൻ എന്തേ പറഞ്ഞത്? ഓപ്പോളുടെ ഭർത്താവോ? നന്ദേട്ടനെ നീ അങ്ങനെയാ വിളിക്കുക? ഇനിയും അങ്ങനെയേ പറ്റൂ. ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരാളായി അധപതിച്ചു പോയി ഓപ്പോളുടെ ഭർത്താവ്. ഇപ്പോൾ പ്രത്യേകിച്ച് എന്ത് തെറ്റാണ് അദ്ദേഹം നിന്നോട് ചെയ്തത്? എന്നോട് ചെയ്ത തെറ്റ് ഞാൻ മറക്കുന്നു. എന്നാൽ സ്വന്തം അനുജത്തിയോട് കാട്ടിയ ക്രൂരത, അതിന് മാപ്പില്ല. ഗൗരിക്കൊന്നും മനസ്സിലായില്ല. അനുജത്തിയോട് ക്രൂരത കാട്ടിയെന്നോ? കല്യാണിക്ക് വേണ്ടി അദ്ദേഹം ജീവിച്ചത്. ചന്തുവിനറിയോ? നന്ദേട്ടൻ വിവാഹം ചെയ്തതുപോലും കല്ലുവിന് വേണ്ടിയിട്ടാ. അവൾക്ക് ഒരു നല്ല ഭർത്താവിനെ ഈ മാറ്റക്കല്യാണത്തിലൂടെ വാങ്ങിക്കൊടുക്കാൻ. ഒരു ഏട്ടൻ്റെ ഏറ്റവും വലിയ ത്യാഗമാണ് ആ ജീവിതം. ചന്തുവിൻ്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. ഓപ്പോളിപ്പോൾ ഭർത്താവിനെ ന്യായീകരിക്കുകയും സ്തുതിക്കുകയുമാണല്ലോ. ഭർത്താവിൻ്റെ തെറ്റുകൾക്ക് കൂട്ടുനിൽക്കുന്നതാണ് ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധി എന്നെങ്ങാൻ ധരിച്ചു വശായോ? ചന്തു ഓപ്പോളെ പരിഹസിക്കുകയാണോ? അതെ, എനിക്കിപ്പോൾ ഓപ്പോളെക്കുറിച്ച് പരിഹാസം തോന്നുന്നു. അച്ഛനെപ്പോലൊരു ആദർശശാലി വളർത്തി വലുതാക്കിയ ആ മകൾ തന്നെയാണോ ഓപ്പോൾ ഇപ്പോഴും? നന്ദേട്ടൻ എന്ത് തെറ്റ് ചെയ്തുവെന്നേ ഞാൻ ചോദിച്ചുള്ളൂ. അനുജത്തിക്ക് ഒരു നല്ല ഭർത്താവിനെ കിട്ടാൻ വേണ്ടി നന്ദേട്ടൻ ഒരു വലിയ ചതി ചെയ്തു. അതെനിക്കും മനസ്സിലാവുന്നുണ്ട്. അദ്ദേഹം ചതിച്ചത് എന്നെയോ നിന്നെയോ ആണ്. എന്നാൽ കല്ലുവിനോട് അദ്ദേഹം ക്രൂരത കാട്ടിയെന്ന് പറഞ്ഞതാണ് എനിക്കും മനസ്സിലാകാത്തത്. കല്ലു ഇപ്പോൾ വിവാഹിതയാകാൻ പാടില്ലായിരുന്നു. അതാണ് നന്ദേട്ടൻ ചെയ്ത തെറ്റ്. അറിയോ? കിതച്ചുകൊണ്ട് ചന്തു ഗൗരിയെ നോക്കി. ഗൗരിയിൽ വിളർച്ച പ്രകടമായി. കല്ലു വിവാഹിതയാകാൻ പാടില്ലായിരുന്നുവെന്ന് ഡോക്ടർ പറഞ്ഞോ? വ്യക്തമായി ആരും പറഞ്ഞില്ല. പക്ഷേ അതാണ് സത്യം. അവളുടെ അസുഖം പൂർണ്ണമായും ഭേദമാകുന്നതുവരെ അവൾ മരുന്ന് കഴിച്ചേ മതിയാകൂ എന്ന് ന്യൂറോളജിസ്റ്റ്. ഗർഭിണിയായി അവൾ അത്തരം മരുന്നുകൾ കഴിക്കുന്നത് കുട്ടിക്ക് ദോഷമാണെന്ന് ഗൈനക്കോളജിസ്റ്റ്. മരുന്ന് നിർത്തിയാൽ കല്ലുവിന് അറ്റാക്ക് ഉണ്ടായെന്ന് വരാം. ഈ അവസ്ഥയിൽ അവൾക്ക് അറ്റാക്ക് ഉണ്ടായാൽ പിന്നെ അവൾ തന്നെ ഉണ്ടാവില്ലെന്ന് ഡോക്ടേഴ്സ് അല്ലാത്ത നമ്മൾക്കും മനസ്സിലാകും. ഗൗരി നടുങ്ങി കരഞ്ഞു. കല്ല് രോഗിയായിപ്പോയി. വിങ്ങി പൊട്ടിക്കൊണ്ടാണ് ചന്തു പറഞ്ഞത്. രോഗിയായി അവൾ ഗർഭിണിയായിക്കൂടെന്ന് അറിയാഞ്ഞതിനാൽ അതും സംഭവിച്ചു. അങ്ങനെ പാവം ആ പെണ്ണ് ത്രിശങ്കു സ്വർഗത്തിലായി. സ്വന്തം അവസ്ഥയുടെ ഗൗരവത്തെക്കുറിച്ച് അവൾക്ക് മനസ്സിലാകാത്തത് കൊണ്ട് മുഴുവൻ സങ്കടവും സഹിക്കേണ്ടി വന്നത് ഞാനാണ്. ഞാൻ എന്താണ് വേണ്ടത്? ഓപ്പോൾ പറ. ഗൗരിയുടെ മുഖം കുനിഞ്ഞു. അവൾക്ക് മിണ്ടാൻ വയ്യാതായി. കല്യാണിയുടെ രോഗത്തെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ആളാണല്ലോ ഓപ്പോളുടെ ഭർത്താവ്. രോഗം പൂർണ്ണമായും ഭേദമായെന്ന് ഉറപ്പാകും മുമ്പ് അവൾ വിവാഹിതയാകുന്നതിൽ വല്ല കുഴപ്പവുമുണ്ടോ എന്ന് അവളെ ചികിത്സിച്ചിരുന്ന ന്യൂറോളജിസ്റ്റിനോടെങ്കിലും ഒന്ന് ചോദിക്കാമായിരുന്നില്ലേ? അതിനുള്ള വിദ്യാഭ്യാസവും ലോകപരിചയവും ഇല്ലേ ആ മനുഷ്യന്?
എങ്കിൽ ആ പാവം കുട്ടിയുടെ ജീവിതം ഇങ്ങനെ കയ്യാലപ്പുറത്തെ തേങ്ങയായി മാറില്ലായിരുന്നല്ലോ. അപ്പോൾ കല്യാണിയുടെ സുഖമല്ലായിരുന്നു നന്ദേട്ടൻ്റെ ലക്ഷ്യം. അവളുടെ ഉത്തരവാദിത്വം മറ്റാരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കണം. എന്നിട്ട് എത്രയും നേരത്തെ സ്വന്തമായൊരു ജീവിതം ആരംഭിക്കണം. ക്രൂരന്മാരുടെ രാജാവാണ് ഓപ്പോളുടെ ഭർത്താവ്. ഇനിയിപ്പോൾ എന്താ ചന്തു ഒരു നിവൃത്തിമാർഗം? കല്ലുവിന് ഒരാപത്തും വരാൻ പാടില്ല, അതാണിപ്പോൾ നോക്കേണ്ടത്. എനിക്കും ആ ഒരു വിചാരമേ ഉള്ളൂ. ഓപ്പോൾക്കറിയുമോ, സത്യത്തിൽ ഓപ്പോൾക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. എന്നിട്ടും അങ്ങനെയല്ലെന്ന് പറഞ്ഞതും ഭാവിച്ചതും ഓപ്പോളുടെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയായിരുന്നു. എന്നാൽ ഇപ്പോൾ എനിക്ക് അവളെ ഓർത്ത് സങ്കടം തോന്നുന്നു. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഇല്ലാതെയായി പോകുമെന്ന് തോന്നുന്നു. ചന്തുവിൻ്റെ കണ്ണ് വിടറി, കണ്ണ് നനഞ്ഞു. ഞാൻ അവളെ സ്നേഹിക്കാൻ ആരംഭിച്ചിരിക്കുക. അവൾ പാവമാണ് ചന്തുട്ടാ, ഗൗരി പറഞ്ഞു. ആ ഉള്ളു നിറയെ നിന്നോടുള്ള സ്നേഹമാ. പക്ഷെ അവൾക്കത് ഒരു സാധാരണ പെൺകുട്ടിയെപ്പോലെ പ്രകടമാക്കാൻ സാധിക്കുന്നില്ലെന്ന് മാത്രം. എന്നാലും അവളുടെ ഏട്ടൻ്റേതായി ഈ വീട്ടിൽ താമസിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഓപ്പോളെ. ആ മനുഷ്യനെ എനിക്ക് വെറുപ്പായിരിക്കണു. ഇത് നന്ദേട്ടൻ്റെ മാത്രം വീടല്ല, സത്യത്തിൽ കല്യാണിക്ക് വേണ്ടി അദ്ദേഹം എഴുതി വച്ചിരിക്കുകയാണ്. അവൾക്കുള്ള സ്ത്രീധനമായിട്ടല്ലേ? വേണ്ട ഓപ്പോളെ, എനിക്ക് ഒരുത്തരുടെയും സ്വത്ത് വേണ്ട. ഞങ്ങൾക്ക് ജീവിക്കാൻ എൻ്റെ അധ്വാനഫലം മതി. ഇതുവരെ ഇവിടെ ഞാൻ കഴിഞ്ഞത് കല്യാണിക്ക് ഇനിയും അറ്റാക്ക് ഉണ്ടാവേണ്ട എന്ന് കരുതിയ. ഇനി വയ്യ. ഡോക്ടറുടെ വാക്കുകൾ കേട്ടതോടെ എനിക്ക് ആ മനുഷ്യൻ്റെ മുഖം കാണുന്നത് പോലും വെറുപ്പായി. ഓപ്പോളുടെ ഭർത്താവിൻ്റെ ദാറ്റ് മച്ച് റിച്ച്ഡ് ഹീസ്. പണവും ഔദ്യോഗിക പദവിയും ഉണ്ടെങ്കിൽ ആരെയും വിലക്കെടുക്കാമെന്ന ആ മനുഷ്യൻ്റെ വിചാരം. ചന്തു, യാചനയായിരുന്നു ഗൗരിയുടെ സ്വരത്തിൽ. നീ ഇങ്ങനെയൊന്നും നന്ദേട്ടനെക്കുറിച്ച് പറയരുത്. ഓപ്പോൾക്ക് അത് സഹിക്കില്ല മോനെ. നീ കല്യാണിയെ സ്നേഹിക്കാൻ ആരംഭിച്ചതല്ലേ ഉള്ളൂ. ഈ വീട്ടിലെത്തി കഴിയും മുമ്പ് തന്നെ നന്ദേട്ടൻ എൻ്റെ ജീവനായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും ഞാനിവിടെ നിൽക്കുന്നത്. നീ ഒരിക്കൽ ഓപ്പോളുടെ അഭിമാനബോധത്തെക്കുറിച്ച് ചോദിച്ചില്ലേ? സ്നേഹത്തിൻ്റെ തീവ്രതയിൽ അഭിമാനം ഒന്നും അല്ലടാ. ഗൗരിയുടെ കണ്ണുകളിൽ നിന്ന് തുള്ളികൾ പൊട്ടിയൊഴുകി. സാരമില്ല ഓപ്പോളെ. ചന്തു ഓപ്പോളുടെ കണ്ണീർ വിരൽത്തുമ്പാൽ തുടച്ചു കളഞ്ഞു. ഓപ്പോൾക്ക് വേണ്ടി ഞാൻ നന്ദേട്ടനോട് പുറത്തിരിക്കുന്നു. അവൻ്റെ കണ്ട വിടറി. എന്നാൽ ഇവിടെ നിൽക്കാൻ എനിക്കിനി വയ്യ. ഓപ്പോൾ എന്നെയും ഒന്ന് മനസ്സിലാക്കണം. നിന്നെ ഓപ്പോൾക്ക് മനസ്സിലാവണുണ്ട് മോനെ. 1.5 വയസ്സിൻ്റെ ഇളപ്പമേ ഉള്ളുവെങ്കിലും ഓപ്പോളുടെ മോനാ നീ. ചന്തുവിനെ ചേർത്ത് പിടിച്ച് ഗൗരി പറഞ്ഞു. അവൻ്റെ ശിരസെടുത്ത സ്വന്തം ചുമലിൽ അമർത്തി. എന്നും നിനക്ക് അമ്മയായിരുന്നല്ലോടാ ഞാൻ. നിൻ്റെ സങ്കടം എൻ്റെ സങ്കടമായിരുന്നില്ലേ? ഞാൻ ഇന്നൊരമ്മയായെങ്കിലും ഇന്നും എൻ്റെ മൂത്ത മോൻ നീയല്ലേ ചന്തൂട്ടാ? ഗൗരി വിങ്ങി പൊട്ടിക്കരഞ്ഞു. ചന്തുവും കരഞ്ഞു, ഒരു ചെറിയ കുട്ടിയെപ്പോലെ ഏങ്ങലടിച്ച്. നീയും നന്ദേട്ടനും തമ്മിൽ വഴക്കിട്ടാൽ കഷ്ടത്തിലാവുന്നത് ഞാനും കല്ലുവുമാണ്. കല്ലുവിനൊരു ഭാഗ്യമുണ്ട്, ഒന്നും ആഴത്തിൽ സ്പർശിക്കില്ല. അതുകൊണ്ട് എല്ലാം താങ്ങേണ്ടി വരിക ഞാൻ ഒരുത്തിയായിരിക്കും. ഞാനിവിടെ നിന്നാലാണ് ഓപ്പോൾ കൂടുതൽ താങ്ങേണ്ടി വരിക. ഞാനും കല്ലുവും തനിച്ച് എവിടെയെങ്കിലും ഒരു വീടെടുത്ത് താമസിക്കുകയാണെങ്കിൽ. ആ വാചകം പൂർത്തിയാക്കാൻ ചന്തുവിനെ ഗൗരി അനുവദിച്ചില്ല. ഈ അവസ്ഥയിൽ കല്യാണിയെ കൊണ്ട് നീ തനിച്ച് എവിടെയെങ്കിലും പോയി താമസിച്ചാൽ ശരിയാവില്ല ചന്തു. നീ കോളേജിൽ പോകുമ്പോൾ കല്ലുവിന് ആരുണ്ടൊരു തുണ? അല്ലെങ്കിലും മുതിർന്ന സ്ത്രീകളുടെ സഹായം ആവശ്യമുള്ള സമയമാണിപ്പോൾ കല്യാണിക്ക്. എത്രയോ ആളുകൾ ആരുടെയും സഹായമില്ലാതെ കുടുംബജീവിതം നയിക്കുന്നു ഓപ്പോളെ. എന്നാലും കല്യാണി വ്യത്യസ്തയാണല്ലോ, അത് നീ ഓർക്കണം. ഈ സമയത്ത് ഒരു പറിച്ചനടിയിൽ അവളെ ബുദ്ധിമുട്ടിക്കും. അത് കല്യാണിയിലും നല്ല മാറ്റം ഉണ്ടാക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഗൗരിയുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. ഞാൻ തർക്കിക്കുന്നില്ല. ഒരുപക്ഷെ ചന്തുവിനും ആഗ്രഹം കാണുമല്ലോ നിങ്ങൾ മാത്രമായുള്ള ഒരു സ്വകാര്യ ജീവിതത്തിന്. ചന്തു അതിന് മറുപടി പറഞ്ഞില്ല. ഗൗരി പോയി കല്യാണിയെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടു. എവിടേക്കോ പോകാനായി ചന്തു സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. എവിടേക്കാണെന്നൊന്ന് ചോദിച്ചോളൂ. പരിഭ്രാന്തിയിലാണ് കല്യാണി ഓടിയെത്തിയത്. എവിടേക്കാ ചന്തുവേട്ട യാത്ര? എവിടേക്കെങ്കിലും പോകുന്ന കാര്യം ചന്തുവേട്ടൻ പറഞ്ഞതേയില്ലല്ലോ. എന്തിനാ അങ്ങനെ മുൻകൂർ പറയണത്? പെട്ടെന്ന് തീരുമാനിച്ചെടുക്കുകയല്ലേ വേണ്ടത്. ചന്തു കുസൃതി ചിരിയിൽ അവളെ നോക്കി. കല്യാണിക്ക് സങ്കടമായി. കളങ്കലേശമില്ലാത്ത വലിയ മിഴികൾ വിങ്ങി. അതിന് ഞാൻ വഴക്കൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. ചന്തുവിന് അവളോട് അലിവ് തോന്നി. കല്ലു വഴക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ രണ്ടുപേരും മാത്രമായി ഒരു ചെറിയ വീടെടുത്ത് താമസിക്കാമെന്ന് വിചാരിച്ചു. കല്ലുവിന് ഇഷ്ടപ്പെട്ട വീട്, കല്ലു തിരഞ്ഞെടുക്കുന്ന വീട്ടുപകരണങ്ങൾ, അടുക്കളയിൽ കല്ലുണ്ടാക്കുന്ന വിഭവങ്ങൾ, അങ്ങനെ മൊത്തം ഒരു കല്യാണിമയം. എന്താ? അവളുടെ നാണം പുരണ്ട മുഖത്തേക്ക് ഉറ്റുനോക്കി ചന്തു. എവിടെയാ വീട്? കല്യാണി ചോദിച്ചു. കുറച്ച് ദൂരെ. വലിയ വീടാ? ചെറിയ വീട്. പുഴയുണ്ടോ അടുത്ത്? കുളിക്കാനാണെങ്കിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം പോരെ? തൊടിയുണ്ടോ അവിടെ? ഇവിടത്തേതുപോലെ വലിയ തൊടി പോയിട്ടൊരു ചെറിയ മുറ്റം പോലും കാണുമെന്ന് തോന്നുന്നില്ല. എങ്കിലും എനിക്ക് ഇവിടെയാണ് ഇഷ്ടം. തൊടിയില്ലാത്തൊരു വീട്ടിൽ എങ്ങനെയാണ് ആളോള് താമസിക്കുക? കല്യാണി മുഖം ചുളിച്ചു. തൊടിയുള്ള ഒരു വലിയ വീട്ടിലാണെങ്കിലോ? എന്നാലും എനിക്ക് ഇവിടെയാണ് കൂടുതൽ ഇഷ്ടം. ഇവിടെ ചെറിയമ്മയുണ്ട്, ഏട്ടത്തമ്മയുണ്ട്, പിന്നെ നന്ദനുണ്ട്. കല്യാണിയുടെ വേരുകൾ ഇവിടെ ആഴ്ന്നിറങ്ങിയിരിക്കുകയാണെന്ന് ചന്തുവിന് വ്യക്തമായി.
അവളെ എളുപ്പമൊന്നും ഇവിടെ നിന്ന് പറിച്ചു മാറ്റാൻ കഴിയില്ലെന്നും ഈ സമയത്ത് അവൾക്ക് ഇഷ്ടമല്ലാത്ത യാതൊന്നും പറയാനോ ചെയ്യാനോ പാടില്ല എന്നാണ് ന്യൂറോളജിസ്റ്റും ഗൈനക്കോളജിസ്റ്റും ഒരേ സ്വരത്തിൽ നിർദ്ദേശിച്ചിരുന്നതും. എന്നിട്ടും ചന്തു വെറുതെ ഒന്ന് പറഞ്ഞു നോക്കി. ഓ, ഒരു നന്ദൻ, എനിക്കിഷ്ടമല്ല കല്ലുവിൻ്റെ ഈ നന്ദനെ. നന്ദൻ ഒരു ചതിയനാ. ആര് പറഞ്ഞു? കല്യാണി ഓടി വന്ന് ചന്തുവിൻ്റെ മൂക്കി പിടിച്ചു. എനിക്കറിയാം ചന്തുവേട്ടൻ കളി പറയുകയാണെന്ന്. എന്നാലും എൻ്റെ നന്ദനെപ്പറ്റി അങ്ങനെയൊന്നും പറയണ്ടാട്ടോ, എനിക്കിഷ്ടമല്ല അത്. ചന്തുവിൻ്റെ മൂക്കിൽ പിടിച്ച് അവൾ ഇരുവശത്തേക്ക് ഉലച്ചു. ചന്തുവിന് നന്ദേട്ടനോട് അസൂയ തോന്നി. ചതിയനും സ്വാർത്ഥനുമായിട്ടും ആ മനുഷ്യനെ ഓപ്പോളും കല്യാണിയും ഒരേപോലെ സ്നേഹിക്കുന്നു. തനിക്ക് വേണ്ടി ശബ്ദിക്കാനാണ് ആളില്ലാതെ പോയത്. ഓപ്പോൾക്കും കല്യാണിക്കും വേണ്ടി ഒരുപോലെ ത്യാഗം സഹിക്കുന്നവനാണ് ഞാൻ. എന്നിട്ടും ആരിൽ നിന്നും അതിൻ്റെ ഒരു കൃതജ്ഞത തനിക്ക് ലഭിച്ചതേയില്ല. എന്നാലും കല്യാണിക്ക് വേണ്ടി ആ വലിയ വീട്ടിൽ തങ്ങാൻ തന്നെ ചന്തു തീരുമാനിച്ചു. അവൾക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു വാക്കുപോലും അവൻ്റെ നാവിൽ നിന്ന് വീണില്ല. കല്യാണിയുടെ പെരുമാറ്റത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. നിസ്സാര കാര്യങ്ങൾക്ക് പൊട്ടിത്തെറിക്കും. കയ്യിൽ കിട്ടുന്നതെടുത്ത് നിലത്ത് എറിഞ്ഞൊടിക്കും. ദേഷ്യം അടങ്ങുന്നത് വരെ വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറയും. ഗൗരി അപ്പോഴൊക്കെ ചന്തുവിനോട് യാചിക്കും. മറുപടി ഒന്നും പറയണ്ടാട്ടോ ചന്തു, വല്ലത് സംഭവിച്ചാൽ പിന്നെ. അതുതന്നെയായിരുന്നു ചന്തുവിൻ്റെയും ഭയം. പല്ല് കടിച്ചു പിടിച്ചവൻ സ്വയം നിയന്ത്രിക്കും. അങ്ങനെ കല്യാണി പൂർണ്ണ ഗർഭിണിയായി. അപ്പോഴാണ് ഒരു നാൾ അവൾ ഒരു മോഹം പറഞ്ഞത്. വൈകുന്നേരം വരുമ്പോൾ ചന്തുവേട്ടൻ എനിക്കൊരു മൂക്കുത്തി വാങ്ങിക്കൊണ്ട് വരണം, ചുവപ്പ് കല്ലുള്ളത്. ചന്തുവിന് അത്ഭുതം. എന്തിനേ അത്? മൂക്ക് തുളച്ചിടാനാ? വെള്ളമ്മയ്ക്കുണ്ടല്ലോ ചുവപ്പ് കല്ലുള്ള മൂക്കുത്തി. ആവുന്നത്ര നയപരത്തിൽ ചന്തു അവളെ തിരുത്താൻ നോക്കി. ഈ സമയത്ത് മൂക്കൊന്നും തുളയ്ക്കാൻ പാടില്ല കല്ലു, അപകടമാണ്. എനിക്ക് മൂക്കുത്തി വേണം. കല്യാണിക്ക് വാശി. ഒടുവിൽ ചന്തു സമ്മതിച്ചു. എന്നാൽ ചന്തുവിൻ്റെ ഗൈനക്കോളജിസ്റ്റ് എതിർത്തു. ഈ സമയത്ത് അതൊന്നും വേണ്ട. മുറിവ് പഴുക്കുകയോ വല്ല പനിയോ മറ്റോ വരികയോ ചെയ്താലോ. അതിനാൽ മൂക്കുത്തി കൂടാതെയാണ് ചന്തു മടങ്ങിയെത്തിയത്. കല്യാണിക്ക് സഹിക്കവയ്യാത്ത ദേഷ്യം. അവൾ ചന്തുവിൻ്റെ കഴുത്തിലെ മാല വലിച്ചു പൊട്ടിച്ചു. മാലയിൽ കോർത്തിരിക്കുന്ന പ്രത്യേകതരം ലോക്കറ്റ് തെറിച്ച് താഴെ വീണ് 2 ഭാഗമായി തുറന്നു കിടന്നു. അതിനുള്ളിൽ നിന്ന് വളരെ ചെറിയൊരു ഫോട്ടോഗ്രാഫ് പുറത്തിയാടി. സുമുഖിയായ ഒരു പെൺകുട്ടിയുടെ ചിത്രമായിരുന്നു അത്.